സർവകലാശാലയുടെ VC എന്ന പദത്തിനും അതിൻ്റെ സ്ഥാനത്തിനും ഈ രാജ്യത്തെയും ഈ നാട്ടിലെയും മനുഷ്യർ കൊടുക്കുന്ന വില അവരുടെ വിദ്യാഭ്യാസത്തോളം വരും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ നേടിയെടുത്ത ആർജിച്ചെടുത്ത നമുക്കെല്ലാവർക്കും ഈ കേരളത്തിലെ ഒരു മന്ത്രിയേക്കാൾ മുകളിൽ തന്നെയാണ് എല്ലായ്പ്പോഴും നമ്മളൊരു VCയെ കാണാറ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി VCമാർ അവരുടെ സ്ഥാനത്തിനോ ആ സ്ഥാനത്തിന് കേരളത്തിലെ മനുഷ്യർ പ്രോട്ടോക്കോളുകൾക്കപ്പുറത്തേക്ക് കൊടുക്കുന്ന ബഹുമാനത്തിനോ എല്ലാത്തിനും അപ്പുറത്തേക്ക് കേവലം തങ്ങളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ചില രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കാനാണ്. തങ്ങളെ റിക്രൂട്ട് ചെയ്തത് തങ്ങൾ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ച ചില സംഘപരിവാർ ശക്തികളും ഈ നാടിൻ്റെ ഗവർണറുമാണ് എന്ന ഒറ്റ കാര്യത്തിൻ്റെ മുകളിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയെയും സംഘപരിവാറിൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഈ സർവകലാശാല VC ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ VCമാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസം സംസ്ഥാനത്തെ ഗവൺമെൻറ് പണം കൊടുത്ത് നടപ്പിലാക്കിയെടുക്കുന്ന പദ്ധതികൾക്കും പ്ലാൻ ഫണ്ടും എല്ലാവിധത്തിലും നികുതി പണം അങ്ങോട്ട് കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത സർവകലാശാലകൾ. ആ സർവകലാശാലകളെ സംബന്ധിച്ച് UGC മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമെന്തെന്നാൽ ഒരു സർക്കാർ ഏജൻസിയായോ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായോ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം നടപ്പിലാക്കപ്പെടേണ്ട കേന്ദ്രമായോ അല്ല സർവകലാശാല നിലനിൽക്കേണ്ടത്. അത് സ്വതന്ത്ര വിജ്ഞാന ഉൽപാദന കേന്ദ്രങ്ങളായി നിലനിൽക്കണമെന്നുള്ളതാണ് ലോകത്തെയും ഇന്ത്യയെയും നമ്മുടെ നാട്ടിലെയും സർവകലാശാലകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സംഘപരിവാറിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കമ്മീഷനാണ്. അവിടെ UGCയുടെ പേര് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഈ UGCയുടെ രൂപീകരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പേരാണ് യൂണിവേഴ്സിറ്റികളെ ഗ്രാൻഡ് ചെയ്യാനുള്ള കേവലപരമായ ഒരു കമ്മീഷൻ. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ, അതിനെ ഭരിക്കാൻ, അതിനെ മോണിറ്റൈസ് ചെയ്യാൻ, അതിനെ ഏതെങ്കിലും വിധത്തിൽ വാണിജ്യ താല്പര്യങ്ങളുടെ മുന്നിൽ വെക്കാൻ ഏതെങ്കിലും ഭരിക്കുന്ന മന്ത്രിയുടെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള അധികാരമില്ലെന്നും UGCക്ക് പോലും സർവകലാശാലകളെ ഗ്രാൻഡ് ചെയ്യാനുള്ള ബോഡിയായി മാത്രം നിലനിൽക്കണമെന്നുള്ള ബോധ്യത്തോടു കൂടി രാജ്യത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ബോധ്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. അങ്ങനെയാണ് രാജ്യത്ത് IITയും IIMും സർവകലാശാലകളും JNUവും ഡൽഹി യൂണിവേഴ്സിറ്റിയും സംസ്ഥാനത്തെമ്പാടും വ്യത്യസ്ത സംസ്ഥാനങ്ങൾ കേന്ദ്ര സർവകലാശാലകളും സംസ്ഥാനങ്ങളുടെ കീഴിൽ ഓരോ സംസ്ഥാന സർവകലാശാലകൾ സംസ്ഥാന സർക്കാരുകളും തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങുന്ന സംസ്ഥാന സർവകലാശാലകളിലൊക്കെയും കേവലം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ബോധ്യങ്ങളല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്കും കാലഘട്ടത്തിനനുസൃതമായും ഇനി മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടിനും അനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണം. ഇതാണ് കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ചരിത്രങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീനെ നമ്മൾ വിളിച്ചത് നിങ്ങൾ VC ആകുമോ എന്ന് ചോദിച്ചിട്ട്. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണോ? കേരളത്തിൽ ഇന്ത്യയിലെമ്പാടുമുള്ള ഏറ്റവും പ്രശസ്തരായ മനുഷ്യരെ നമ്മൾ VC ആയി നിയമിച്ചത്. MG യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ രാജൻ ഗുരുക്കളെ വെച്ചത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ വെച്ചത്, ജയരാജ് സാറെ നമ്മൾ കാലിക്കറ്റിൽ വെച്ചത്. ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകളെ ഓരോ സർവകലാശാലകളുടെയും VC ആയി വെച്ചത് ഇന്നാരാണ് VC? കേരള സർവകലാശാല എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാക് അക്രഡിഷനുള്ള സർവകലാശാലയുടെ VCയുടെ പേര് മോഹനൻ കുന്നുമ്മൽ. അയാൾ കുന്നുമ്മലല്ല, ഈ കേരളത്തിലുള്ള ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെയും ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ സംഘപരിവാർ ഏജന്റുമായി മാറി ഏറ്റവും അവസാനത്തെ മനുഷ്യനെയും സംഘപരിവാറുകാരനാക്കണമെന്നുള്ള സംഘപരിവാറിൻ്റെ കൊട്ടേഷനുമായി സർവകലാശാലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ് മോഹൻ കുന്നുമ്മൽ. അയാൾ കേരള VC. സിസ തോമസ് KTUവിൻ്റെയും സംസ്കൃതത്തിൻ്റെയും VC. KTUവിൽ ഇയർ ബാക്കിൻ്റെ പേരിൽ 10,000 കണക്കിന് കുട്ടികൾ ആത്മഹത്യാ ഭീഷണിയിലാണ്.
കുട്ടികൾക്ക് IIT നിലവാരത്തിലൊരു സർവകലാശാല ഉണ്ടാക്കുമെന്ന് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനനുസൃതമായി KTU മുന്നോട്ട് വന്നു. എന്നിട്ട് എന്താ KTUവിൽ സംഭവിച്ചത്? KTU സർവകലാശാലയെ RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ആ സർവകലാശാലയെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുകയാണ് ഗവർണറും സംഘവും. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് സിസ തോമസ്. അവർക്കെതിരെ സർക്കാർ കേസിന് പോയി. SFI സമരത്തിൽ വന്നു. ആ ഘട്ടത്തിലൊക്കെയും കേരളത്തിൽ UDFും കോൺഗ്രസും സംഘപരിവാറിന്റെ കൂടെ നിന്നു. കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്രകാരനെ പുറത്താക്കണമെന്ന് അവകാശപ്പെട്ടു. പകരം വന്നത് ഈ സർവകലാശാലയിൽ നിന്നുള്ള 2 സംഘിമാരാ. ഒരു സംഘി ഇപ്പോൾ അവിടെ ഉണ്ട്, പേര് പ്രൊഫസർ സാജു. അപ്പോൾ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള സ്ഥലങ്ങളായി സർവകലാശാലകൾ മാറി. പക്ഷേ സംഘപരിവാറിൻ്റെ കയ്യിലായിട്ടും കേരളത്തിൽ 2 കോൺഗ്രസ് വൈസ് ചാൻസലർമാരുണ്ട്. ഒന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രൊഫസർ രവീന്ദ്രൻ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രസിഡന്റായി കഴിഞ്ഞ 20 വർഷമായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ നിയമിച്ച ഗവർണർ RSSകാരനായ ആർലേക്കർ. ആര് പറഞ്ഞിട്ടാണ് ആർലേക്കർ പ്രൊഫസർ രവീന്ദ്രനെ നിയമിച്ചത്? കോൺഗ്രസ്സുകാരനെ എങ്ങനെയാണ് RSSകാരൻ നിയമിച്ചത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണ്ടേ? പുറത്താക്കിയോ? അധ്യാപക സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു എന്ന് കോൺഗ്രസ് പറയണ്ടോ? പറഞ്ഞോ? അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ആവശ്യമുള്ളതും സംഘപരിവാറിന് ആവശ്യമുള്ളതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭരണത്തിലെത്തുന്നതിന് മുമ്പ് അദാനിയോടും സംഘപരിവാറിനോടും ഗവർണറോടും എല്ലാ ഡീലുകളും നടത്തിയാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഭാഗമായി കുസാറ്റ് സർവകലാശാലയിൽ ഞങ്ങളുടെ VC എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇപ്പോൾ കുസാറ്റ് സർവകലാശാലയുടെ VC ആയ ജുനൈദ് ബുഷ്രി, അദ്ദേഹം ആരുടെ രാഷ്ട്രീയ പിത്തലാട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സമയമില്ല പോലും. ജുനൈദ് ബുഷ്രിയോട് പറയാനുള്ളത്, സർവകലാശാല RSSൻ്റെയോ കോൺഗ്രസിൻ്റെയോ KPCCയുടെയോ ആസ്ഥാന ഫണ്ടിൽ നിന്നും ഉണ്ടാക്കിയതല്ല. ഞങ്ങളുടെ മാതാപിതാക്കളും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെയും നികുതി പണത്തിൽ നിന്നുണ്ടാക്കിയതാണ്. നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല. വിദ്യാർത്ഥികളെ കാണാൻ ഒരു സർവകലാശാല VCക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുക? വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ടല്ലേ സർവകലാശാല നിലനിൽക്കുന്നത്? വിദ്യാർത്ഥികളുടേതല്ലേ സർവകലാശാല? വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ടല്ലേ ഈ സർവകലാശാല മുന്നോട്ട് പോകുന്നത്? അപ്പോൾ കുസാറ്റ് VCക്ക് വിദ്യാർത്ഥികളെ കാണാൻ സമയമില്ല. കുസാറ്റ് VCക്ക് വേറെ പല കാര്യങ്ങളിലുമാണ് സമയം. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യം ജെന്യുവിനാണോ അല്ലയോ എന്നെങ്കിലും പരിശോധിക്കാൻ തയ്യാറാവണം.